സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിന്റെ ബാലൻസ് ഭാഗമാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ, കോശ ശ്വസനം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ഒരു കെമിക്കൽ ഇക്വേഷനും അതിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളും അതിന്റെ ഉൽപ്പന്നങ്ങളെയും കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറംതള്ളുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോൾ നമുക്ക് അതിന്റെ അവസാനം കിട്ടിയ ഘടകങ്ങൾ 3 ആൾക്കാരായിരുന്നു. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റൊന്ന് വാട്ടർ, അതിലൊന്ന് എനർജി. അതിൽ എനർജി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ബാലൻസ് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ വെള്ളവും. ഇതിൽ ഒരു പരിധിവരെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ വേപ്പർ ആയിട്ടും സ്വെറ്റിന്റെ രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പുറംതള്ളുന്നുണ്ട്. ബാക്കിയുള്ളവ യൂറിനിൽ കൂടിയും പുറന്തള്ളും. പോയിട്ട് ഇനി എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്, കോശങ്ങളിൽ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് തിരികെ ആൽവിയോളയിൽ എത്തുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആൽവിയോളയിൽ എത്തിയെങ്കിൽ മാത്രമേ തിരികെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടി ആരെ പുറന്തള്ളാനൊക്കത്തുള്ളൂ, ശ്വസന പദത്തിൽ കൂടി ആരെ പുറന്തള്ളാനൊക്കത്തുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ. ഓക്സിജന്റെ സംവഹന രീതിയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ പോകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 3 രീതിയിലാണ് സംവഹനം ചെയ്യുന്നത്, 3 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരു 7%, 23%, 70%, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനം നടക്കുന്നത്. അതെങ്ങനെ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോണേ, ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 7% ഡിസോൾവ്ഡ് ഇൻ ദി പ്ലാസ്മ വാട്ടർ. പ്ലാസ്മയിൽ കാണപ്പെടുന്ന, രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ജലത്തിൽ ലയിച്ച രൂപത്തിൽ ഒരു 7% സംവഹനം ചെയ്ത് ആൽവിയോളകളിൽ എത്തുന്നുണ്ട്. 23% കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ. കാർബമിനോ ഹീമോഗ്ലോബിൻ എന്താണ് ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ? കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്നുണ്ടാകുന്ന സാധനം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പം 23% പോകുന്നത് എന്തിന്റെ രൂപത്തിലാണ്? കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് combines with hemoglobin to form carbamino hemoglobin. കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായി കമ്പൈൻ ചെയ്യുന്നു? ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്യുന്നു. ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഘടകത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. 7% പ്ലാസ്മയിലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത രൂപത്തിൽ, 23% കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ. എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ബാക്കി 70% ആസ് ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ്. എന്തിന്റെ രൂപത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ. 70% എങ്ങനെയാണ്? ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ. എങ്ങനെയാണ് ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC. അരുണരക്താണുക്കളിലുള്ള ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈകാർബണേറ്റ് എന്നുള്ളത്. ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റുകളും നമ്മുടെ രക്തത്തിൽ കൂടി സഞ്ചരിച്ച് ആൽവിയോളയ്ക്ക് സമീപം അല്ലെങ്കിൽ ആൽവിയോളയുടെ ഉപരിതലത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കം ഡിസോസിയേറ്റഡ്. ഇതെന്ത് ചെയ്യും? വിഘടിക്കും. കാർബമിനോ ഹീമോഗ്ലോബിൻ ആരൊക്കെയായിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനുമായി വിഘടിക്കുന്നു. ബൈകാർബണേറ്റ് എന്തൊക്കെയായിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് വിഘടിക്കും. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രക്തത്തിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൈമാറ്റം ചെയ്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ആൽവിയോളയ്ക്കുള്ളിലെത്തും. ആൽവിയോളയിൽ നിന്ന്, വായു അറയിൽ നിന്ന് തിരിച്ച് നമ്മുടെ ശ്വസന പദം വഴി എന്ത് ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. 3 രീതിയിലാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? സംവഹനം ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി പറഞ്ഞു, 7% എങ്ങനെ? പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ച രൂപത്തിൽ. 23% കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ. എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ബാക്കി വരുന്ന 70% ബൈകാർബണേറ്റുകൾ രൂപത്തിൽ. എന്താണ് ഈ ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ വെള്ളത്തിൽ, RBCയിലെ ജലത്തിൽ അല്ലെങ്കിൽ ജലവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത്. കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും ആൽവിയോളർ വായു അറകളുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ചത് ഡിസോസിയേറ്റ് ചെയ്ത് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റിൽ നിന്ന് ജലവും സ്വതന്ത്രമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമ്മുടെ ആൽവിയോളയ്ക്കുള്ളിൽ എത്തുകയും ആൽവിയോളയിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് വഴി ശ്വസന പദം വഴി എന്ത് ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ശരീരത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ അളവ് വർദ്ധിച്ചാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി, ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി, ലൈക്ക് സെല്ലുലാർ റെസ്പിറേഷൻ ഉൾപ്പെടെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തങ്ങളായ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിൽ പ്രധാനപ്പെട്ട ആളുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചാൽ, അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്തില്ല എങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ വെള്ളവുമായിട്ട് കൂടിച്ചേരുകയും കാർബോണിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. കാർബോണിക് ആസിഡുകൾ ഉണ്ടാകുകയും ചെയ്യും. ഇറ്റ് ഇൻക്രീസ് ദ അസിഡിറ്റി ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തെ എന്ത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു? അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷന്റെയും മറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റികൾ, ഉപാപചയ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തെയും പുറത്തെയും, കോശത്തിനകത്ത് കാണപ്പെടുന്നതും പുറത്ത് കാണപ്പെടുന്നതുമായ ജലവുമായി കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് എന്തായിട്ട് മാറുന്നു? കാർബോണിക് ആസിഡുകളായി മാറുന്നു. കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ കാർബോണിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു? അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിനകത്തെ ഇന്റേണൽ എൻവയോൺമെന്റിനെ, ആന്തര സമസ്ഥിതിയെ അത് പ്രതികൂലമായ രീതിയിൽ എന്ത് ചെയ്തേക്കാം? ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഡെയിലി തന്നെ ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്? നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നീക്കം ചെയ്യുന്നത് നമ്മുടെ ഹോമോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലനത്തിന്റെ ഒരു ഭാഗമായി കൂടി നമുക്ക് എന്ത് ചെയ്യാം? പറയാം എന്നാണ് പറഞ്ഞത്. അപ്പം അസിഡിറ്റി വർദ്ധിക്കുന്നു. അസിഡിറ്റി വർദ്ധിക്കാനുള്ള കാരണം കാർബോണിക് ആസിഡിന്റെ അളവ് കൂടുന്നതാണ്. കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സസായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തെയും പുറത്തെയും ആരുമായിട്ട് കൂടിച്ചേരുന്നു? ജലവുമായിട്ട് കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? കാർബോണിക് ആസിഡുകൾ ഉണ്ടാകും. ക്ലിയർ ആയ മക്കളെ? പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പൊ എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളലും അധികമായി നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്നാലുള്ള പ്രശ്നവുമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ച് നിർത്തിയത്. അപ്പൊ നമ്മൾ പറയുകയുണ്ടായി, റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ സെർട്ടൈൻ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്, ചില സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയകളും ഈസ്റ്റുകളും പ്രൊഡ്യൂസ് എനർജി വിതൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ അവർ എന്ത് ചെയ്യുന്നു? എനർജി ഉണ്ടാക്കിയെടുക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അനൈറോബിക് റെസ്പിറേഷൻ ഓർ ഫെർമെന്റേഷൻ. അവായു ശ്വസനം. അനൈറോബിക് റെസ്പിറേഷൻ, അവായു ശ്വസനം, ഫെർമെന്റേഷൻ എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ, അനൈറോബിക് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ നടക്കും. ഈ അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അനൈറോബിക് റെസ്പിറേഷന്റെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു മാറ്റവും ഇല്ല. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. കാരണം നമ്മൾ കഴിഞ്ഞ സെല്ലുലാർ റെസ്പിറേഷൻ പറഞ്ഞപ്പോഴും ഗ്ലൈക്കോളിസിസ് എന്ന പരിപാടിക്ക് എന്ത് വേണ്ട എന്ന് നമ്മൾ പഠിച്ചു? ഓക്സിജൻ വേണ്ട. അതുകൊണ്ട് ഈ പരിപാടിക്ക് യാതൊരു മാറ്റവും ഇല്ല. 2 ATP ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, ഒരു പ്രശ്നവുമില്ല. സൈറ്റോപ്ലാസത്തിൽ വെച്ചോ നടക്കുന്ന ഒരു മാറ്റവും ഇല്ല. പക്ഷേ മാറ്റം ഉണ്ടാകുന്നത് ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്ന ഭാഗത്തിനാണ്. ബാക്ടീരിയയിലാണെങ്കിൽ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുമെന്നറിയോ? ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. പൈറൂവിക് ആസിഡ് എന്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാക്റ്റിക് ആസിഡിന്റെ രൂപത്തിലേക്ക് മാറ്റുകയും, ഈസ്റ്റിലാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്ന പരിപാടി ബാക്ടീരിയയിലും ഈസ്റ്റിലും രണ്ടായിട്ടാണ് നടക്കുന്നത്.
ബാക്ടീരിയയിൽ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയും ഈസ്റ്റിൽ എന്തായിട്ട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇവിടെ ബാക്ടീരിയയിൽ നടക്കുന്ന ഈ പരിപാടിയെ നമ്മൾ അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്നാണല്ലോ വിളിച്ചത്. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയയിൽ നടക്കുന്ന ഫെർമെന്റേഷൻ നമുക്ക് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് കൊണ്ട് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും, ഈസ്റ്റിലാണെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാകുന്നത് കൊണ്ട് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നും വിളിക്കും. അപ്പൊ ഫെർമെന്റേഷനെ നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. ബാക്ടീരിയകളിൽ അനൈറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് ക്രെബ്സ് സൈക്കിളിൽ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും, ഈസ്റ്റിന്റെ ശരീരത്തിൽ പൈറൂവിക് ആസിഡിന് മാറ്റം സംഭവിച്ച് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് വിളിക്കും. പക്ഷേ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഗുണകരമാകുന്ന കാര്യമാണ്. നിത്യജീവിതത്തിൽ അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം നമുക്ക് ഗുണമുണ്ടാക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം മക്കളെ, നോക്കിക്കോണേ. ഈ പരിപാടി ബാക്ടീരിയ അല്ലെങ്കിൽ പൈറൂവിക് ആസിഡിനെ അല്ലെങ്കിൽ ബാക്ടീരിയകൾ അനൈറോബിക് റെസ്പിറേഷൻ നടന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്നു. കാർഡിംഗ് ഓഫ് മിൽക്ക്, പാല് പുളിച്ച് തൈരാകുവാൻ സഹായിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ബാക്ടീരിയകളാ സഹായിക്കുന്നത്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റിന്റെ പരിപാടി നമ്മൾ പറഞ്ഞു. ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. നമ്മുടെ മാവ് പുളിക്കുന്നത്, അപ്പത്തിനൊക്കെയുള്ള മാവ് അരച്ചു വെച്ച് കഴിയുമ്പോൾ അത് പുളിച്ചു പൊങ്ങും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നടക്കുന്നത് ആ ഈസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ആൽക്കഹോളിക്. അപ്പൊ നിത്യജീവിതത്തിലും ഇത് നമുക്ക് ഗുണകരമാണ്. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടൻ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്, ബാക്ടീരിയ, ഈസ്റ്റ് മുതലായ സൂക്ഷ്മജീവികൾ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആരുടെ സഹായമില്ലാതെ, ഓക്സിജന്റെ സഹായമില്ലാതെ തന്നെ അവർ എന്ത് റിലീസ് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു, എനർജി ഉണ്ടാക്കിയെടുക്കുന്നു. അല്ലെ? ആ പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മൾ അവായു ശ്വസനം അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്ന് വിളിച്ചു. ഫെർമെന്റേഷൻ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ നമ്മൾ വിളിച്ചു ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നാണ്. അത് നടക്കുന്ന ബാക്ടീരിയയിലാണ്. കാരണം ബാക്ടീരിയയിൽ ക്രെബ്സ് സൈക്കിളിൽ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. സംശയമില്ലല്ലോ പറഞ്ഞതിനകത്ത്. അടുത്തത് ഈസ്റ്റിലാണ്. ഈസ്റ്റിലെ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും മാറുന്നു. അതുകൊണ്ട് നമ്മൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എക്സാമ്പിൾ നമ്മൾ പറയുന്നു എന്താണ്? പാല് പുളിച്ച് തൈരാകുന്നതും. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മാവ് പുളിച്ചു പോകുന്നതും ഒക്കെ എന്ത് എക്സാമ്പിൾ ആണ്? നമ്മുടെ ആൽക്കഹോളിക് ഫെർമെന്റേഷന് ഉദാഹരണങ്ങളാണ്. മനസ്സിലാവുന്ന? അപ്പൊ അവായു ശ്വസനം കൂടി നമുക്ക് ഇവിടെ സംസാരിക്കാനായിട്ട് ഉള്ളതാണ്. ഇനി നമ്മുടെ ശരീരത്തില്, മനുഷ്യ ശരീരത്തിലും ചില സാഹചര്യങ്ങളിൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയ രീതിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ട് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മസിലുകളിൽ, പേശികളിൽ പ്രോപ്പറായ രീതിയിൽ എനർജി ഇല്ലാതെ വരുമ്പോൾ അവര് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ എന്തുണ്ടാക്കിയെടുക്കും? മസിലിൽ എനർജി ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഈ അനൈറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് നമ്മുടെ മസിലുകളിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം വരുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം വരും. നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത പാഠഭാഗത്തിൽ സംസാരിക്കും. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിലിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കുറച്ചു നേരത്തേക്ക് മസിലുകൾ തൽക്കാലത്തേക്ക് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും, ഒന്ന് സ്റ്റക്കായി പോകും. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മസിൽ ഫാറ്റീഗ് എന്ന് വിളിക്കും. മസിൽ ഫാറ്റ്, നമ്മൾ മസില് പിടിക്കുക, പേശി ക്ലമം എന്ന് പറയും. അപ്പൊ നമ്മുടെ ശരീരത്തിലും ചില സമയത്ത് എന്തുണ്ടാകാറുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാവും? എവിടെയാണ് നടക്കുന്നത്? മസിലുകളിലാണ് നടക്കുന്നത്. ഡ്യൂ ടു ദി സ്ട്രെയിനസ് എക്സർസൈസ് ആൻഡ് കണ്ടിന്യൂസ് വർക്ക്. സ്ട്രെയിൻ ആയ രീതിയിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിലുകളിൽ പ്രോപ്പറായ രീതിയിൽ എനർജി ലഭിക്കാതെ വരുമ്പോൾ, തികയാതെ വരുമ്പോൾ അവര് അനൈറോബിക് റെസ്പിറേഷനിൽ കൂടി എന്തിനെ ഉണ്ടാക്കിയെടുക്കുന്നു? എനർജി ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ അന്നേരം ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ബൈ പ്രോഡക്റ്റിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ലാക്റ്റിക് ആസിഡ് എന്നാണ്. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിലുകളിൽ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് മസിലുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരികയും ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേശി ക്ലമം അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് എന്ന് വിളിക്കും. നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ അക്യുമുലേറ്റ് ചെയ്ത അടിഞ്ഞു കൂടിയ ലാക്റ്റിക് ആസിഡ് ഡിസോൾവ്ഡ് ഇൻ ടു വാട്ടർ, ബ്ലഡിലോ വാട്ടറിലേക്കോ അങ്ങ് ഡിസോൾവ് ചെയ്ത് പോകുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മസിലുകൾ വീണ്ടും എന്ത് ചെയ്യും? പ്രവർത്തിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇത് ഈ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ടും റെസ്പിറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയാനുള്ളതാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗ അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്.
നമ്മുടെ ലങ്സിനെയും ആൽവിയോളെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ വായു വലിച്ചല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന വായു, അതിനകത്തുള്ള പൊടിപടലങ്ങളും രോഗാണുക്കളും ഒക്കെ നമ്മുടെ ആൽവിയോളെ അല്ലെങ്കിൽ ലങ്സിനെയൊക്കെ മാരകമായ രീതിയിൽ ബാധിച്ചേക്കാം. അപ്പൊ അതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മുടെ മൂക്കിനകത്തും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം എന്ന് പറയുന്ന ഭാഗം രോഗാണുക്കളെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ചെറിയ രോമശകുലങ്ങൾ, രോമങ്ങൾ കടത്തിവിടുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ, ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുവാനായിട്ടുള്ളത്. ആ രോഗങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ രോഗ അവസ്ഥകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ രോഗത്തിന്റെ പേരാണ് ലങ് ക്യാൻസർ. ലങ്സിൽ എന്തുണ്ടാകുന്നു? ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ. നമ്മുടെ പുസ്തകത്തിനകത്ത് ആ 3 രോഗങ്ങൾ വ്യക്തമായ രീതിയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നോക്കി തന്നെ നമുക്ക് പഠിച്ചാൽ മതിയാകും. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. കാർസിനോജൻസ് പ്രസന്റ് ഇൻ ദ ടൊബാക്കോ. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജൻസ് എന്ന് വിളിക്കും. ടൊബാക്കോ, പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജൻസ് എന്ന് പറയുന്ന ഘടകങ്ങൾ എന്തിന് കാരണമായേക്കാം? നമ്മുടെ ലങ്സിൽ, ശ്വാസകോശത്തിൽ എന്തിന് കാരണമായേക്കാം? ക്യാൻസർ. അപ്പം നമ്മുടെ ശ്വസന വ്യവസ്ഥയെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ലങ് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ. രണ്ടാമത്തെ രോഗത്തിന്റെ പേരാണ് എംഫിസിമ, ശ്വാസ തടസ്സം എന്ന് പറയും. നോക്കാം എന്താണ് ശ്വാസ തടസ്സം എന്ന് നോക്കാം. അതും പുകവലി തന്നെയാണ് കാരണം. പുകവലിയുടെ അല്ലെങ്കിൽ പുകയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസ്, വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ആൽവിയോളയിൽ വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ഈ ആൽവിയോളയ്ക്ക് അല്ലെങ്കിൽ വായുവറയ്ക്ക് സങ്കോചിക്കുവാനും വികസിക്കുവാനുള്ള കഴിവ് അങ്ങ് ചെയ്തു പോകുന്നു, നഷ്ടപ്പെട്ടു. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളെ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ദ ടോക്സിക് സബ്സ്റ്റൻസസ്. ടോക്സിക് സബ്സ്റ്റൻസ്, വിഷപദാർത്ഥങ്ങൾ ആ ആൽവിയോളയിൽ വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ആൽവിയോളയ്ക്ക് സങ്കോചിക്കുവാനും വികസിക്കുവാനുള്ള കഴിവ് എന്ത് ചെയ്തു പോകുന്നു, അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തെ ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും നമുക്ക് ശ്വാസം എടുക്കുന്നതിന് ഒരുപാട് എന്ത് ചെയ്ത് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംഫിസിമ അല്ലെങ്കിൽ ശ്വാസ തടസ്സം എന്ന് വിളിക്കും. അടുത്ത രോഗാവസ്ഥയുടെ പേരാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം. നോക്കാം എന്താണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച്, എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. ഇതും പുകവലി തന്നെയാണ്. ആ പുകയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്, നിക്കോട്ടിൻ മുതലായ കാർസിനോജൻസ്, ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ ആൽവിയോളയിൽ വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് ആൽവിയോള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥത്തിൽ വായു നിറഞ്ഞു നിൽക്കേണ്ട ഭാഗമാണ് ആൽവിയോള എന്നത്. ആ വായു നിറഞ്ഞു നിൽക്കേണ്ട ആൽവിയോള മ്യൂക്കസ് കൊണ്ടങ്ങ് നിറയും. അപ്പം അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. മ്യൂക്കസ് കൊണ്ട് നിറയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തോട്ട് ആർക്ക് കയറി വരാനൊക്കത്തില്ല, നമ്മുടെ വായുവിന് കയറി വരാനൊക്കത്തില്ല. അതിനകത്ത് ജേംസ്, രോഗാണുക്കളൊക്കെ ഒരുപാട് വളർന്ന് പലതരത്തിൽ ലങ്സിന് തന്നെ വളരെ മാരകമായിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോങ്കൈറ്റിസ്. അപ്പം ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി നമുക്ക് 3 രോഗാവസ്ഥകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നാമത്തെ രോഗത്തിന്റെ പേര് ലങ് ക്യാൻസർ, രണ്ടാമത്തെ രോഗത്തിന്റെ പേര് എന്താണ് എംഫിസിമ, മൂന്നാമത്തെ രോഗത്തിന്റെ പേരെന്താണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ. ഈ 3 രോഗങ്ങൾ കൂടിയാണ് നമുക്ക് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയുവാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബാക്കി നമുക്ക് അങ്ങോട്ട് വീണ്ടും ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം.